ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ഏപ്രിൽ 12-ാം തീയതി ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ലേവ്യ പുസ്തകം 8-ാമത്തെ അധ്യായമാണ്. ലേവ്യ പുസ്തകം ഉടനീളം ദൈവത്തെ ആരാധിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നു. യാഗങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വിശദീകരിക്കുന്നു. അതുപോലെ യാഗം കഴിക്കുന്ന ആൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വിശദീകരിക്കുന്ന അധ്യായമാണ്. നമുക്ക് ഒരുപാട് പ്രായോഗിക പാഠങ്ങൾ പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ഈ 8-ാമത്തെ അധ്യായവും അങ്ങനെ തന്നെയുള്ളൊരു അധ്യായമാണ്. ഈ 8-ാം അധ്യായത്തിൻ്റെ 33-35 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലേവ്യ പുരോഹിതന്മാർ ആഴ്ചയുടെ 7 ദിവസവും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ആഴ്ചയിൽ 7 ദിവസവും അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ തന്നെ ആയിരിക്കണം. അവർക്ക് ഇടയ്ക്ക് കാളെ പൂട്ടാനും പശുവിനെ പൂട്ടാനും അല്ലെങ്കിൽ ഇടയ്ക്ക് കൃഷി ചെയ്യാനും മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി പറിക്കാനും ഒന്നും അവർക്ക് പോകാൻ അനുവാദമില്ല. ദൈവം അതിനൊക്കെയുള്ള വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവാലയം കൊണ്ട് തന്നെ ഉപജീവനം കഴിയണമെന്ന്. വേറെ ഒരു പണിക്കും പോകാനായിട്ട് പാടില്ല. അവരെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നതാണ്. അവർ ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരിക്കണം. ഈ 7 ദിവസമെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും 7 ദിവസമെന്നല്ല, ആഴ്ചയുടെ 7 ദിവസം തുടർച്ചയായിട്ടുണ്ടായിരിക്കണമെന്നുള്ളതാണ്. ഈ 7 എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി അവരെല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ തയ്യാറായി നിൽക്കണം എന്നുള്ള ചിത്രമാണ് അവിടെയുള്ളത്. 7 ദിവസം അവർ വിശുദ്ധയാഗങ്ങൾ അർപ്പിക്കേണ്ടതാണ്. 7 എന്ന് പറയുന്ന പൂർണ്ണതയെ കാണിക്കുന്നതാണ്. ആ നിലയിൽ അവരെല്ലായ്പ്പോഴും എന്ന അർത്ഥത്തിലാണ്. അവരെല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരും, എല്ലായ്പ്പോഴും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരിക്കേണ്ടവരും, എല്ലായ്പ്പോഴും ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടവരും, എല്ലായ്പ്പോഴും ആരാധന കഴിക്കേണ്ടവരുമായിരിക്കുന്ന ആളുകളാണ്. പുതിയ നിയമത്തിലെ നാം എല്ലാവരും പുരോഹിതന്മാരാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ആലയത്തിൻ്റെ വാതിൽക്കൽ 7 ദിവസം നിൽക്കുക എന്ന് പറഞ്ഞതായിരിക്കും ഒരു പ്രമാണമില്ല. പക്ഷേ ഇതിന് സമാന്തരമായി നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? ജീവിതത്തിൻ്റെ 7 ദിവസവും ദൈവസന്നിധി നിൽക്കണമെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ 7 ദിവസവും. ഒരു ജീവിതത്തെ, ഒരായുസിനെ 7 ദിവസമായി നാം തിരിച്ചാൽ ഈ ആയുസിൻ്റെ 7 ദിവസവും നമ്മൾ ദൈവാലയത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. ദൈവസന്നിധി, ദൈവാലയം ദൈവസാന്നിധ്യത്തെ കാണിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ വാതിൽക്കൽ തന്നെ നിൽക്കണം, അവിടെ തന്നെ നിൽക്കണം. നാം വിശുദ്ധിയും സമർപ്പണവും ഉള്ളവരായിട്ട് പരസ്യാരാധന കഴിക്കണം. വല്ലപ്പോഴും ഒന്ന് പറയില്ലേ, വല്ലപ്പോഴും ഒന്ന് പള്ളിയിൽ പോവുക. കടമുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോയതുകൊണ്ടായില്ല. അത് ദൈവവചനത്തിൻ്റെ പ്രമാണമൊന്നുമല്ല. വചനപ്രകാരം എല്ലാ ദിവസവും കടമുള്ള ദിവസമാണ്. എല്ലാ ദിവസവും കടമുള്ള ദിവസമാണ്. ദൈവത്തിൻ്റെ ദിവസമാണ്, ദൈവത്തിന് കൊടുക്കേണ്ട ദിവസമാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുടുംബാരാധന ഉണ്ടായിരിക്കേണ്ടതാണ്. രാവിലെയും വൈകിട്ടും കുടുംബാരാധന. അതെ, ആദ്യകാലങ്ങളിൽ എല്ലാ വിശ്വാസികൾക്ക്, സത്യവിശ്വാസികൾ എല്ലാവരും രാവിലെയും വൈകിട്ടും കുടുംബമായിട്ടിരുന്ന് പാട്ടുപാടി വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ അത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്താക്കി. കാരണം ജോലിയുടെ തിരക്ക് കൊണ്ട് ചിലർക്ക് രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകണം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്നാൽ വൈകിട്ടാകട്ടെ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുടുംബാരാധന, വലിയ അത്താഴത്തിന് മുമ്പ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആരാധിക്കും. ഇപ്പോഴത്തെ തിരക്ക് കൊണ്ട് രാവിലെ വീണ്ടും വൈകിട്ടുമില്ല. എല്ലാവരും കോറ്റമെടുത്തോളാണ് പറയുന്നത്. എല്ലാവരും അവരുടെ കോറ്റമെടുത്തു ദൈവമായിട്ട്. അങ്ങനെ ഒരു കുടുംബമായിട്ടുള്ള ഒരു ആരാധന എന്ന് പറയുന്ന ക്രമീകരണം തന്നെ ഇല്ലാതെ ഒന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് കുടുംബങ്ങൾ, മക്കളൊക്കെ പഠിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് മക്കൾ അവിടെ ഇവിടെയും പോകുന്നു. എവിടെയാണ് മക്കളെന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോൾ നിങ്ങളുടെ മക്കൾ എവിടെയാകുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലെന്ന് പറയും. എനിക്കറിയില്ല, ഒരു പിടിയില്ല, അവരെവിടെയാണെന്നും അറിയില്ല, എന്ത് ചെയ്യുന്നെന്നും അറിയില്ല. അത് പോരാ, അത് തെറ്റായിരിക്കുന്നൊരു ശൈലിയാണ്. അപ്പോൾ പുതിയ നിയമ പുരോഹിതന്മാരായിരിക്കും നാം നമ്മുടെ ജീവിതത്തിൻ്റെ 7 ദിവസവും ദൈവസന്നിധി കഴിക്കേണ്ടവരും ദൈവത്തെ ആരാധിക്കേണ്ടവരുമാണ്. നമ്മുടെ പരസ്യാരാധനയ്ക്ക് വരുമ്പോൾ മാത്രം നമ്മുടെ ക്രിസ്ത്യ ജീവിതം പോരാ. മൊത്തം ജീവിതത്തിൻ്റെ ബഹുമുദ്രയായിട്ട് നാം നമ്മുടെ ആരാധന മാറേണ്ടതാണ്. ആഴ്ചയിൽ 6 ദിവസം ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് ആഴ്ചയുടെ 7-ാമത്തെ ദിവസം മാത്രം ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ വന്ന് പുരോഹിതന്മാർ നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ സാധിക്കില്ല. അത് ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവം വിശുദ്ധനാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ അംഗീകാരമാണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിനെന്നാണ്. ദൈവം വിശുദ്ധനാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ അംഗീകാരമാണ് നമ്മുടെ വിശുദ്ധി. ദൈവം 7 ദിവസം വിശുദ്ധനല്ലേ? ഓരോ നിമിഷം വിശുദ്ധനല്ലേ? ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് എപ്പോഴെങ്കിലും മാറുന്നുണ്ടോ? ഇല്ല. നമ്മൾ ശിയാപ്രവചനത്തിലൊക്കെ എന്താ വായിക്കുന്നത്? കരൂബുകൾ, സെറാഫുകൾ ദൈവസന്നിധി നിന്നുകൊണ്ട് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് യഹോവ വിശുദ്ധൻ 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 എന്ന് വല്ലപ്പോഴുമല്ല, ഇടവിടാതെ തുടർച്ചയായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അവസാനിക്കാത്ത, ആരംഭമില്ല, അവസാനമില്ല, വ്യതിയാനങ്ങളില്ല, കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ദാറ്റ് ഇസ് എ റിയാലിറ്റി. അതൊരു ഫാക്റ്റാണ്. അത് നാമും അംഗീകരിച്ച് തന്നെ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നാം നിരന്തരമായി
വിശുദ്ധരായിട്ട് നിൽക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിലാണെന്ന് പറയണം. ഓഫീസിലായിരിക്കാം, മാർക്കറ്റിലായിരിക്കാം, ഡ്രൈവ് ചെയ്യായിരിക്കാം. പക്ഷേ നീ ഇപ്പോൾ എവിടെയാകുന്നു എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലാണ്, ദൈവസന്നിധി നിൽക്കുകയാണ് എന്ന് പറയണം. ഒരു പുരോഹിതനെ അന്ന് ഫോണില്ല, ഫോൺ ചെയ്തിരുന്നെങ്കിൽ ലേവ്യ പുരോഹിതൻ എന്ന് പറയും, ഞാൻ ദൈവാലയത്തിൻ്റെ വാതിൽക്കലുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വാതിൽക്കലുണ്ട്, ഞാൻ അവിടെ തന്നെയുണ്ട്, എന്നെ ആക്കി വെച്ച സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കുന്നു എന്ന് പറയും. നമ്മളെ സംബന്ധിച്ചും അതാണ് പറയേണ്ടത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തെയാണ് ദൈവത്തിന് മന്ദിരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണല്ലോ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ദൈവാലയമാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ വാതിൽക്കൽ എപ്പോഴും പുരോഹിതന്മാരായിരിക്കുന്ന നാം ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് എപ്പോഴും ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ്. നിരന്തരമായിരിക്കുന്ന ഒരു യാഗത്തിൻ്റെ അനുഭവമാണ് ഓരോ വിശ്വാസിയും ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബം ആഴ്ചയിൽ 7 ദിവസവും ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന കുടുംബമായിരിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതം 7 ദിവസവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളും ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിരിക്കണം. നമ്മുടെ സഭാജീവിതം അങ്ങനെ തന്നെ ആയിരിക്കണം. കേവലം സഭ ഹോൾ പണിതിട്ട് ഞായറാഴ്ച ഒന്ന് കൂടി വരാൻ വേണ്ടിയല്ല, അതെപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്നതാണ്. ഏത് ദൈവങ്ങൾക്കും അവരുടെ കഷ്ടതയിലും അവരുടെ നിരാശയിലും അവരുടെ ദുഃഖത്തിലും ഓടി വന്ന് കയറിയിരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഉള്ള ഒരു സന്ദർഭമായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മുടെയൊക്കെ ദൈവാലയങ്ങളുടെ വാതിലുകൾ ആഴ്ചയിൽ 6 ദിവസം പൂട്ടിക്കെട്ടിയിരിക്കും, താക്കോലും കൊണ്ടുപോകും. ഞായറാഴ്ച രാവിലെ 9 മണി 10 മണിയാകുമ്പോൾ ഒന്ന് തുറന്നാൽ 1 മണിയോ 2 മണിയാകുമ്പോൾ അടച്ചു പോകും. ഇത്രയേ ഉള്ളൂ. അതാണോ ദൈവാലയം എന്ന് പറഞ്ഞാൽ? അല്ല. ദൈവത്തിൻ്റെ ഒരു ആലയം പണിയുകയാണെങ്കിൽ 7 ദിവസവും തുറക്കപ്പെട്ട് കിടക്കണം. ദൈവമക്കൾക്ക് ഏത് സമയത്തും വന്ന് പ്രാർത്ഥിക്കത്തക്കവണ്ണം അതിൻ്റെ വാതിലുകൾ തുറന്നിരിക്കണം. അങ്ങനെ 7 ദിവസവും ദൈവാലയത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന പുരോഹിതന്മാരായി നാമം തീരണമെന്ന് ലേവ്യ പുരോഹിതന്മാർക്ക് മാത്രമുള്ള നിർദ്ദേശമല്ല. പുതിയ നിയമ പുരോഹിതന്മാരും ദൈവസന്നിധിയിൽ നിരന്തരമായി നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആരാധകരായിട്ട് നാം ഇരിക്കേണ്ടതാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.